ഗബ്രിയുടെ വീട്ടിലുണ്ടായിരുന്ന ബാക്കിയുള്ള തിങ്സ് ഒക്കെ സ്റ്റോർ റൂമിലേക്ക് വെക്കാൻ പോവുകയായിരുന്നു ജാസ്മിൻ. ഇന്നത്തെ എപ്പിസോഡിന്റെ എൻഡിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് സ്റ്റോർ റൂമിൽ നിന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്ന ജാസ്മിനെയാണ്. കരഞ്ഞുകൊണ്ട് ജാസ്മിൻ പറയുന്നത് ഇങ്ങനെയാണ്: ഗബ്രി, ഞാൻ നിന്നെ ഒരുപാട് മിസ് ചെയ്യുന്നു, ഒരുപാട് മിസ് ചെയ്യുന്നു എന്ന് പറഞ്ഞ് വീണ്ടും കരയാണ്. ഗബ്രി പോയപ്പോൾ വീട്ടിൽ ബാക്കി വെച്ചിട്ട് പോയ സാധനങ്ങളാണ് സ്റ്റോർ റൂമിൽ കൊണ്ടുവെക്കുന്നത്. എന്നിട്ട് അവിടെ നിന്ന് തന്നെ കരയുന്ന ജാസ്മിനെയാണ് കാണാൻ സാധിക്കുന്നത്. ഗബ്രിയുടെ ഒരു മാല ഗബ്രി പോയതിനു ശേഷം കഴുത്തിൽ തന്നെ ഇട്ടുകൊണ്ട് നടക്കുന്നുണ്ടായിരുന്നു ജാസ്മിൻ. ഇന്നലെ റസ്മിനും ജാസ്മിനും തമ്മിലുള്ള വഴക്കിനിടയ്ക്ക് സാബു ആ മാല എടുത്ത് കയ്യിൽ വെക്കുന്നുണ്ട്. സാബുവിനെടുത്ത് ആ മാല ചോദിച്ച് ഇന്നലെയും ഇന്നും ഒക്കെ ജാസ്മിൻ പുറകെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പൊ സാബു പറഞ്ഞത് സ്റ്റോർ റൂമിൽ കൊണ്ട് വെച്ചു, ബിഗ് ബോസിന് തിരിച്ചു കൊടുത്തു എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. എന്നിട്ട് വീണ്ടും വിളിച്ച് സാബുവിനോട് ചോദിക്കുന്നുണ്ട്, ആ മാല എന്തിയെ, അത് താ, ഞാൻ ഇതിന്റെ കൂടെ ആ മാല വെക്കട്ടെ, അവന്റെ സാധനങ്ങളൊക്കെ കൊടുത്തു വിടുകയാണെന്ന് വീണ്ടും ചോദിക്കുന്നു. അപ്പൊ സാബു പറയുന്നു എന്റെ ഇല്ല എന്ന് പറയുന്നു. എന്നാൽ സൈഡിലത്തെ പോക്കറ്റിൽ നിന്ന് ആ മാല എടുക്കുന്നുണ്ട്. എന്നിട്ട് ആ മാലയും കൂടി എടുത്ത് അതിന്റെ കൂടെ വെക്കുന്നു. ബിഗ് ബോസിന്റെ ഹോട്ടൽ ടാസ്കിൽ അതിഥികളായി വന്ന ശ്വേതയും സാബുവും അവിടെയുള്ള ചില മത്സരാർത്ഥികൾക്ക് കുറച്ചൊക്കെ ഹിൻസ് കൊടുത്തിട്ടുണ്ട്. ജാസ്മിനും ഏറെ ഹിൻസ് ലഭിച്ചിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ഗെയിം മാറ്റിപ്പിടിക്കാനായിരിക്കും സാധ്യത. ഇനിയിപ്പം വീണ്ടും ഒറ്റപ്പെടൽ വിക്ടിം ഗെയിം ജാസ്മിൻ കളിക്കൂ എന്ന് കാത്തിരുന്ന് തന്നെ കാണണം. ഏതായാലും ജിൻഡോയ്ക്ക് പുറത്ത് ഒരുപാട് സപ്പോർട്ട് ഉണ്ടെന്നും അതിഥികളായി ശ്വേതയും സാബുവും വന്നപ്പം ജിൻഡോയുടെ പെർഫോമൻസിനെ ഒരുപാട് അഭിനന്ദിക്കുകയും ചെയ്തിരുന്നു. ഇതൊക്കെ നോട്ട് ചെയ്ത ജാസ്മിൻ ഇനി മുന്നോട്ടുള്ള ഗെയിം എങ്ങനെ ആയിരിക്കും കളിക്കുക എന്ന് കാത്തിരുന്ന് കാണാം. കൂടുതൽ അപ്ഡേറ്റ്സിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യൂ.